വെള്ളമില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ 6 മാസം കൊണ്ട് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ വഴുതക്കാട് ഭാഗത്താണ് ഈ ഒരു ദുരിതം. മാസങ്ങളായി കുടിവെള്ളം കിട്ടാത്ത പ്രദേശമാണ് 162 വീടുകളുള്ള ഉദാര ശിരോമണി റോഡിലെ താമസക്കാർ. ഒന്നും രണ്ടുമല്ല, 6 മാസമായി കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. പല തവണ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും നിവാസികൾ പരാതി നൽകിയെങ്കിലും നാളിതുവരെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. ഉദാര ശിരോമണി റോഡിൽ നിന്ന് MK വിനോദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. വിനോദ്, 6 മാസത്തോളമായി ഇത്രയും കാലം അവർ ഈ ജനപ്രതിനിധികളോടൊക്കെ തന്നെ പറഞ്ഞിട്ടും യാതൊരു വിവരവുമില്ല. ഇവർക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു വഴിയും അവർ കണ്ടെത്തിയിട്ടുമില്ല. ഇത് നടക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലോ മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൽ തന്നെയാണ്, വഴുതക്കാട് പ്രദേശത്ത്. രജനി, നട്ടുച്ച വെയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയോട് അടുക്കുന്നു. ഇവിടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഉദാര ശിരോമണി റോഡ്, അതായത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. DGP ഓഫീസിന്റെ പിന്നിലുള്ള പ്രദേശം. അവിടെ ഉദാര ശിരോമണി റോഡ്, ആ റോഡിലുള്ള വീടുകളുടെ ഏകദേശം 250ഓളം കുടുംബാംഗങ്ങൾ. 6 മാസമല്ല ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് 1 വർഷക്കാലമായി ഇതാണ് പ്രശ്നം. പക്ഷേ 6 മാസം കൊണ്ട് പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഇവിടെ പല റോഡിലും, പ്രധാനപ്പെട്ട റോഡിലും റോഡ് കുഴിച്ച് പൈപ്പുകൾ മാറ്റുന്നു, പുതിയ പൈപ്പുകൾ ഇടുന്നു. ഇത് കാരണം എന്തായാലും ഇവർക്ക് വെള്ളമില്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് ആ കോളനിയിലുള്ള ആളുകളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഈ റെസിഡൻസ് അസോസിയേഷന്റെ നമുക്ക് പോകേണ്ട, ഇവരെല്ലാം കൂടി സംഘടിച്ച് ഓഫീസിൽ പോയി എഞ്ചിനീയറെ ഒക്കെ കണ്ട് വന്നിരിക്കുകയാണ്. എങ്കിൽ സമരം നടത്താൻ തന്നെയാണ് തീരുമാനം. ഇവരുടെ പ്രശ്നം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ശ്രീ ജയദേവൻ നായർ, എന്താണ് ഈ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം? വെള്ളമില്ല എന്ന് പറഞ്ഞു, വെള്ളം സംവിധാനമുണ്ട്, ടാങ്കർ ലോറിയിൽ വെള്ളം ഈ നമ്മുടെ നാട്ടിൽ സംവിധാനമുണ്ട്. പക്ഷേ ഇവിടെ കഴിയുന്ന കൂടുതലും 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ കഴിയുന്ന ഈ പ്രദേശത്ത് എന്തുകൊണ്ട് അടിസ്ഥാന ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല? കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഇവിടെ നേരത്തെ 24 മണിക്കൂറും വെള്ളം സുലഭമായി കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. അത് ഏതാണ്ടൊരു 5-8 വർഷമായി ഇങ്ങനെ പടിപടിയായി കുറഞ്ഞ് ഒരു 6 മാസമായി രാത്രിയിൽ ഏതോ സമയത്ത് വെള്ളം വരികയും രാവിലെ 6-7 മണിക്ക് മുമ്പ് തന്നെ വെള്ളം നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ഉദാര ശിരോമണി റോഡിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 165 വീടുകളും 250 കുടുംബങ്ങളും അതിന് പുറമെ 5 ഫ്ലാറ്റുകളുള്ള സ്ഥലമാണ്. 2 പ്രധാനപ്പെട്ട റോഡുകളാണ്, മെയിൻ റോഡും ഒന്ന് ചെറിയ റോഡും. ആ ചെറിയ റോഡിൽ 1 മുതൽ 7 വരെ നമ്പറുള്ള വീടുകളാണുള്ളത്. ആ സ്ഥലത്താണെങ്കിൽ നിരന്തരം വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ്. പല ദിവസങ്ങളും അവിടെ വെള്ളമേ കിട്ടാറില്ല. ഈ റോഡിലെല്ലാം രാത്രിയിൽ അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തെല്ലാം ഏതോ സമയത്ത് വെള്ളം വരികയും ടാങ്കുകൾ നിറയുകയും ചെയ്യും. രാവിലെ പക്ഷേ ഉറക്കണീക്കുമ്പോൾ വെള്ളം നിൽക്കും. 7 മണിക്ക് അപ്പുറം വെള്ളം കിട്ടില്ല. അവിടെയാണെങ്കിൽ 2 മണിക്കോ 3 മണിക്കോ ചിലപ്പോൾ വെള്ളം വന്നാലായി 4 മണിക്ക് 5 മണിക്ക് മുമ്പായി വെള്ളം നിൽക്കുന്ന അവസ്ഥ വന്നു. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു 4 ദിവസം തുടർച്ചയായി അവിടെ വെള്ളമില്ലാത്ത അവസ്ഥ വന്നു. അപ്പം നിരന്തരം ഇവിടെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ നിരവധി തവണ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കുകയും പലവട്ടം അവിടെ പോയി വെള്ളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോൾ എന്താണ് ഏറ്റവും അവസാനമായി ജനുവരി മാസം 17-ാം തീയതി ഞങ്ങൾ ഇത് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ വിശദമായിട്ടുള്ള ഒരു മെമ്മോറണ്ടം തയ്യാറാക്കി ചീഫ് എഞ്ചിനീയറെ കണ്ട് സംസാരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് സംസാരിച്ച്, MLA കണ്ട് സംസാരിച്ച്, കൗൺസിലർ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട്. അന്ന് അവർ പറഞ്ഞത് ഈ സ്മാർട്ട് റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മാത്രമേ 24 മണിക്കൂർ വെള്ളം കിട്ടുന്ന സാഹചര്യം പെടുകയുള്ളൂ. അതുവരെ 2-3 മണിക്കൂർ ഉറപ്പാണ് അന്ന് നൽകിയത്. പക്ഷേ നമ്മൾ ഈ നിവേദനം കൊടുത്ത് ഞങ്ങൾക്ക് ഈ ഉറപ്പ് ലഭിച്ചതിന് ശേഷമുള്ള നമ്മുടെ അനുഭവം എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിൻ്റെ അളവും സമയവും കുറയുന്ന ഒരു സാഹചര്യം വന്നു. കിട്ടിക്കൊണ്ടിരുന്ന പോലും ഇല്ലാതെ, കിട്ടുന്ന വെള്ളം പോലും കിട്ടുന്നില്ല. ഒരു വീട്ടിൽ വെള്ളമില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ അത് അസ്വസ്ഥരാകുന്നത് സ്ത്രീകളാണ്, വനിതകളാണ്. കാരണം അവർക്കറിയാം ഒരു വീട്ടിൽ എത്രമാത്രം വെള്ളം വേണം. ഈ വെള്ളം കൊണ്ട് മാത്രമേ ഒരു വീട് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ഒരു വനിതയാണ്, ദത്ത സുനിലാണ്. ഈ വീടുകളിൽ വെള്ളമില്ലാത്ത ഈ സാഹചര്യം, ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മറികടക്കുന്നത്? നിങ്ങളുടെ പ്രതിഷേധമൊക്കെ ഇത്തരം പ്രതിഷേധങ്ങൾ കൊണ്ട് തീരുമോ ഈ വിഷയം?
ഒരിക്കലും അതിനൊരു പ്രതീക്ഷയില്ല. ഇപ്പോൾ പോയിട്ട് പോലും അത് ഒട്ടും പ്രതീക്ഷയോടുകൂടിയല്ല ഞങ്ങളിങ്ങോട്ട് വന്നത്. കാര്യം ഈ അവസാനമായിട്ട് ഞങ്ങൾ പരാതിപ്പെടുന്നത് കഴിഞ്ഞ മാസം 16ഉം 17ഉം തീയതികളിലാണ്. മന്ത്രി മുതൽ MLA, കൗൺസിലർ, വാട്ടർ അതോറിറ്റി ഒക്കെ ഞങ്ങൾ പരാതിപ്പെട്ടതാണ്. അപ്പോഴവരിങ്ങനെ പരിഹാരമെന്ന് പറഞ്ഞ് തീർത്തും ഒരു പരിഹാരം അവർക്ക് കാണാനായിട്ട് അവരൊരു മാർഗ്ഗവും അവർ പറയുന്നില്ല ഞങ്ങളോട്. അവർ പറയുന്നത് റോഡ് എവിടെയൊക്കെയോ പൈപ്പ് ലൈൻ പൊട്ടിയതായിട്ടാണ്. പക്ഷേ ഞങ്ങളുടെ ഈ പരിസരത്തെങ്ങും പൈപ്പ് ലൈൻ പൊട്ടിയതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. പക്ഷേ അതുമായിട്ട് ഇത് ബന്ധപ്പെടുത്തി പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വെള്ളം വരുന്നുണ്ട്, വളരെ വൈകി, എപ്പോഴോ 1-2 മണിക്കൂർ വളരെ വൈകിട്ട് പാതിരാത്രിയിൽ എപ്പോഴോ വരുന്നുണ്ട്. അത് ടാങ്കുകൾ തന്നെ മുഴുവനും ഫില്ലാകുന്നില്ല. അതാണ് പ്രശ്നം. ഇവിടെ ഈ വെള്ളയമ്പൽ മുതൽ വഴുതക്കാട് വരെയുള്ള റോഡിന്റെ പണി നടക്കുന്നു, റോഡ് മുഴുവൻ കുഴിച്ചിട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ പോലീസുകാർ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. അങ്ങോട്ടേക്ക് നിരന്തരം രാപകലില്ലാതെ ടാങ്കർ ലോറികൾ പോകുന്നുമുണ്ട്. അപ്പോൾ ഈ ജനങ്ങളെ സർക്കാർ രണ്ടായി കാണുന്നുണ്ടോ? ഈ പോലീസുകാർക്കൊക്കെ നല്ല നിലയിൽ വെള്ളം കൊടുക്കുന്നു, പാവങ്ങളായി അല്ലെങ്കിൽ സാധാരണക്കാരായി ജീവിക്കുന്നവർക്ക് ഞങ്ങൾക്ക് വെള്ളമില്ല, അങ്ങനെ ഒരു ഫീൽ തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി അത് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലത്ത് കണ്ണ് തുറക്കണതിന് മുമ്പ് ഓടും വെള്ളം നിറയ്ക്കാൻ ഓരോന്നിലും. ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ കുക്കിങ്ങിനുള്ള വാട്ടർ, അതെല്ലാം വലിയ വലിയ പാത്രങ്ങളിൽ നിറച്ച് വെച്ചിട്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുക്കിങ്ങിൻ്റെ സമയമില്ല. ആ കണ്ണ് തുറക്കണതിന് മുമ്പ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് വെള്ളം നിൽക്കും. അത് ഭയങ്കര ഒരു ടെൻഷനാണ്. ഇപ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സ് വീട്ടിൽ വരും. ഇപ്പോൾ മോനും ഫാമിലിയും വെളിയിൽ നിന്ന് വന്നിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കണ്ടേ? അത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ടെൻഷൻ. നമ്മുടെ BP എല്ലാം മുകളിലോട്ട് പോകും, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ ചാൻസസ് ഉണ്ട്. അത് നിസ്സാര കാര്യമല്ല. ഒരു മനുഷ്യന് താമസിക്കാൻ വീട്ടിൽ വെള്ളമില്ല എങ്കിൽ പിന്നെ അവർ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഇത് എല്ലാ വേനൽക്കാലത്തുമാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്, അതോ ഇത് നിരന്തരമായി ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങൾ പ്രതിഷേധം കൊണ്ട് അവസാനിപ്പിക്കുകയാണോ? ഇതെന്താണ് തോന്നുന്നത്? ഇത് ഞങ്ങൾക്ക് പ്രതിഷേധം കൊണ്ട് മാത്രം തീരുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ വീട്ടിലും വയസ്സായവരെല്ലാം എല്ലാവരും വയസ്സായവരാണ്, എബവ് 60 ആണ്, അതിൽ ബെഡഡ് ആണ് ഒരു പേഷ്യൻ്റ്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ലാതെ പിടിച്ചു വെച്ചാലും ഞങ്ങൾ എത്രയെന്നാ ഉപയോഗിക്കുന്നത്? ഞങ്ങളുടെ ആവശ്യങ്ങൾ മുമ്പോട്ട് പോകണ്ടേ? പിന്നെ ഇതേപോലെ ധർണയാ ഇതാന്ന് പറയുമ്പോൾ ഞങ്ങൾ വീട് വിട്ടിട്ട് ഓടണം. ഞങ്ങൾ ഓരോന്നിനും ഇങ്ങനെ എല്ലാം പോയി അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ഞങ്ങളുടെ സമയം ഒന്നിനും തികയുന്നില്ല ഞങ്ങൾക്ക്. തിരുവനന്തപുരം വഴുതക്കാട് ശിരോമണി റോഡിലെ 162 കുടുംബങ്ങൾ അനുഭവിക്കുന്ന ആ ദുരിത കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ജനം TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഒരു വട്ടം എന്നല്ല, പലവട്ടമാണ് ഈ കുടുംബങ്ങൾ ജനപ്രതിനിധികളോടക്കം ഈ പരാതി പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നത് അറിയാം, കാരണം ഓരോ ദിവസവും അതിരാവിലെ തന്നെ എണീക്കണം, തുറക്കുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥയാവും. വളരെ ടെൻഷൻ പിടിച്ചാണ് ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. രജനി, തീർച്ചയായും നമുക്കറിയാം വെള്ളത്തിൻ്റെ പ്രശ്നം വളരെ രൂക്ഷമാണ്. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് വെള്ളം, താമസം, അല്ലെങ്കിൽ പാർപ്പിടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഇതൊക്കെ കിട്ടാതെ വന്നാൽ ആളുകൾ ചിലപ്പോൾ ഉദ്യോഗസ്ഥരോട് പോലും തട്ടിക്കയറുന്ന മോശമായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അത്തരത്തിലുള്ള പ്രകോപനപരമായ ഒരു സമരത്തിനും പോയിട്ടില്ല. ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷമാണ്, സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. ഇവിടെ ഇരുന്ന കൗൺസിലർ, വനിതാ കൗൺസിലർ, അവർ CPIയുടെ കൗൺസിലറാണ്, നേരത്തെ ഡെപ്യൂട്ടി മേയറായിരുന്നു. ഇങ്ങനെ ഭരണത്തിൽ സ്വാധീനമുള്ള ആളുകൾ പോലും കൗൺസിലറായിട്ടിരിക്കുന്ന ഒരു വാർഡിലാണ് ഇത്ര ദയനീയമായ അവസ്ഥയുള്ളത്. ഈ ഒരു പ്രശ്നം അധികാരികൾക്ക് വേണ്ട വിധം മനസ്സിലാകുന്നില്ല എന്നാണോ തോന്നുന്നത്? അല്ല, അങ്ങനെയല്ല. നേരത്തെ 24 മണിക്കൂറും വെള്ളം വേണമെന്നില്ല, പക്ഷേ പകൽ സമയം 2-3 മണിക്കൂർ വെള്ളം വേണം. അംഗങ്ങൾ കൂടുതലുള്ളപ്പം വെള്ളത്തിന് അവൈലബിലിറ്റി കുറവാണ്, പാകമൊത്തം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് 24 മണിക്കൂറും വേണമെന്നല്ല പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും പകൽ സമയം. ഈ ഭാഗത്ത് കിണറുകൾ കുറവാണോ? കുഴൽ കിണറുകളില്ലേ? ഇവിടെ വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രകൃതിയുടെ പരമായി നമ്മൾ നോക്കിയാൽ ഇവർക്ക് ഇവിടെ വെള്ളം കിട്ടുന്നില്ലേ? ഈ അസോസിയേഷനിൽ കുഴൽ കിണറോ അതോ മറ്റുള്ള കിണറുകളോ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് പരിപൂർണമായിട്ട് പൈപ്പ് വെള്ളത്തെ ഉദ്ദേശിച്ചാണ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കഴിയുന്നത്. ഈ കുറേ മാസങ്ങളായിട്ട് തീരെ വെള്ളം കിട്ടുന്നില്ല. ചില രാത്രി കാലങ്ങളിലാണല്ലോ വെള്ളം വരുന്നത്. അത് ഏത് കൃത്യസമയത്ത് വരുന്നത് ഒരു പ്രത്യേക സമയം നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സമയത്ത് വരും, അങ്ങനെ അതങ്ങോട്ട് കുറേ കഴിയുമ്പോഴത്തേനും നിന്ന് പോകും. അധികാരികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഇവിടുത്തെ അസോസിയേഷൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും എല്ലാം വളരെ പല പ്രാവശ്യമായിട്ട് എഞ്ചിനീയറേയും അതുപോലെ മിനിസ്റ്ററേയും എല്ലാം കണ്ടതിൻ്റെ നിവേദനങ്ങൾ റിട്ടേണായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പരാതികളൊക്കെ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പും മാറി മാറി വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, തരുന്നവർക്ക് വോട്ടെന്ന് പറയാൻ പറ്റത്തില്ല. വെള്ളം മനുഷ്യൻ്റെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്.
ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ശരി കിട്ടാത്തതുകൊണ്ടാണ് കിണർ കുഴിച്ചത്. ആ കിണറിലും വെള്ളം വളരെ ഷോർട്ടേജാണ്. അതാണ് പേര് ഉദാര ശിരോമണി റോഡെന്നാണ്. പക്ഷെ സർക്കാർ ഇവരോട് ഉദാരപരമായ ഒരു സമീപനവും സ്വീകരിക്കുന്നില്ല. ഉദാര ശിരോമണി റോഡിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുകയാണ്. ഇത് പരിഹരിക്കാൻ ഉദാരമായ സമീപനം തന്നെ ഇവരോട് സർക്കാർ കാട്ടിയേ മതിയാകും. വിനോദ് പറഞ്ഞതുപോലെ തന്നെ ആ റോഡിന്റെ പേര് പോലെ തന്നെ അവരോട് അവിടെ ജീവിക്കുന്ന ആളുകളോട് ഒരു ഉദാര മനസ്കതയെങ്കിലും സർക്കാർ കാണിക്കേണ്ടിയിരിക്കുന്നു. വികസന പദ്ധതികളുടെ പേരിലൊക്കെ തന്നെ റോഡുകൾ കുഴിക്കുമ്പോൾ ഈ പാവങ്ങളാണ് വെള്ളം കിട്ടാതെ ദുരിതം അനുഭവിക്കുന്നത്. ഇവരുടെ ദുരിത കാഴ്ചകളാണ് നമ്മളിപ്പോൾ ജനം TV-യിലൂടെ പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു പ്രതിവിധി സർക്കാർ കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MK വിനോദ്.